എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്. മേഘാലയയിലെ വെസ്റ്റ് ഗാരോയിൽസിലാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകാം. റെഡി ആയിട്ടേ കുറേ നേരമായി. വെയിലൊക്കെ വന്നു, രാവിലെ പോകേണ്ടതായിരുന്നു. ഞാൻ 6:30 ഇപ്പം റെഡി ആയിട്ടിരിക്കുക. എന്നാൽ പോയേക്കാം. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് ഒക്കെ ഉണ്ട്, ചെറിയൊരു ഗ്രാമമാണ്. പ്രൈവറ്റ് ബസ് കണ്ടേ ഇല്ലായിരുന്നല്ലേ? അങ്ങനെ ഇവിടെ ഒരു ബസ്സേ ഉള്ളൂ, രാവിലെ പോയിട്ട് വൈകിട്ട് വരും. ഇവിടുത്തെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റാണ്. ഈ മരത്തേന്ന് പൊഴിഞ്ഞ് വീണ് കിടക്കുന്ന പൂക്കളാണ് ഇതെല്ലാം കേട്ടോ. നല്ല മണമുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വണ്ടിയൊക്കെ കയറി എല്ലാം ചതഞ്ഞ് കിടക്കുക. പുത്തിട്ടുള്ളതിന്റെ മേഘാലയൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ട്, ഇത് കാട്ടുചേനയുടെ പൂവാ. നമ്മൾ നാട്ടുചേനയുടെ പൂവല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല, ഇവിടെ ഈ പറമ്പിൽ കൂടെ എല്ലാം നിൽപ്പുണ്ട് ഇഷ്ടം പോലെ. ഇതാ ഇവർ പറിച്ച് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്ന കാണത്തില്ലേ? നമ്മൾ താള് കറി വെക്കുന്ന പറഞ്ഞാൽ ഇത് കറി വെക്കും. ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് കുഞ്ഞിക്കിളി ഒരു സൂത്രം കാണിക്കാമെന്ന്. പരീക്ഷിച്ച് നോക്കണ്ട, പോയില്ലല്ലോ. കണ്ടോ കണ്ടോ? കണ്ണിലൊന്നും പൊറ്റിയേക്കില്ലത്, കണ്ണ് പൊട്ടിപ്പോന്നാ പറയുന്നത്. അപ്പയെന്ന് പറഞ്ഞ സാധനം. ചെറുപ്പത്തിൽ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കളിയൊക്കെ, ഇതായിരുന്നു ഇങ്ങനെ. ഇത് കുഞ്ഞിക്കളെ ആദ്യം കാണുക. തീർന്നതല്ല, ഇതുണ്ടോ നീറ് കൂട് കൂട്ടിയേക്കുന്ന. ഇത് കണ്ടോ, ഇലയെല്ലാം കൂടെ പെറുക്കി വെച്ച് കൂട്ടി വെച്ചിട്ട് 2-3 ഉണ്ട്. താഴെ വരണം. സൂര്യ, ഇത് ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളാ. ആണോ? ആ, 2 ക്ലാസ്സേ ഉള്ളല്ലോ. ക്ലാസ്സേ ഉള്ളൂ. പിള്ളേരൊക്കെ കുറവാ. സ്കൂളിന്റെ അവസ്ഥ കണ്ടോ? സ്കൂളിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പൈസ ഇല്ലെങ്കിലും പിള്ളേരൊക്കെ ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിലാണ് പോകുന്നത്. ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിക്കും. അപ്പുറത്ത് കഞ്ഞിപ്പുരയുണ്ട്, ബ്രേക്കിനുള്ള ബെല്ല് അവിടെ. ഇതിപ്പോൾ ഓർമ്മ വരുന്നുണ്ടല്ലോ, പണ്ടത്തെ നമ്മുടെ ഒരു വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്ന പോലെ ആ വഴിയും. ഇതുണ്ട്, ഈ കൗകയിലെല്ലാം കൊടി ഇട്ടിട്ടുണ്ട്. നല്ല രസം കേട്ടോ. ഇതൊക്കെ നമ്മളവിടെ ഉണ്ട്, പക്ഷേ ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട് നല്ലപോലെ. ഇത് പൈനാപ്പിൾ അവിടെ കൃഷി ചെയ്യുന്നു. ഇതൊക്കെ ഇവർ വലിയ ഇതായിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു വീട്ടിൽ കുറച്ച് കൃഷി ഉള്ള സ്ഥലത്ത് അവർ ചെയ്യുന്നതല്ലേ ഉള്ളൂ. ഇതുണ്ട്, പ്ലാവേൽ കൊടി കയറി കിടക്കുന്നത്. ആരാ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതെന്നതേ, നാടൻ കോഴി. ഇത് ചെറിയ പൈനാപ്പിൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇതൊന്നും ഒരു മരുന്നും ഒന്നും ചെയ്യുന്നതല്ല, കൊണ്ട് നട്ട് വെക്കത്തേ ഉള്ളൂ. നല്ല ടേസ്റ്റ് അതുണ്ട്. അതെ, കുഞ്ഞുങ്ങളുടെ കൂടെ ഒരാളെങ്കിൽ പോകുന്നു. രണ്ടുപേരും യൂണിഫോം ആണോ? ഇതൊരു അടിപൊളി റബ്ബർ തോട്ടം, ഇടയ്ക്ക് ഇതേ കമുകുണ്ട്. ഇടവേള കൃഷി. അതെ സൂര്യ, ഇതുണ്ടല്ലേ ഈ ഇതിൻ്റെ ഇലയും മാർക്കറ്റിൽ കിട്ടും കറി വെക്കാനായിട്ട്. കെട്ടി വെച്ചേക്കുന്ന കാണത്തില്ലേ? ആ, ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ള, നമ്മുടെ അവിടെ ഇതൊന്നും കറി വെക്കലേ ഉള്ളാരും. ഇതൊക്കെ അവർ മസാലയ്ക്ക് പരമായിട്ട് ഈ കറിക്കകത്തൊക്കെ ഇടും. മസാല ഇടുകയല്ല, ഇലകളാണ് ഇടുന്നത്. ഈ പണി തുടങ്ങാനായിട്ടുള്ള പ്രത്യേക കാരണങ്ങളുണ്ടായിട്ട് ang bisong kung siya mandeno ko nina rodel niya daw robleng ve വാവെ നേഴ്സറി വിടാൻ പോവാ, ചേച്ചിനെ നേഴ്സറി വിടാൻ പോവാ. ഹായ്. ആ, പമ്മിക്കിടക്കുവാണോ? ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കിയാന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പം. നോനോ കേട്ടോ. നോനോ അല്ലേ? മോളാ കുഞ്ഞിക്കിളി നോനോ. എന്ത് എളുപ്പമുണ്ടെന്ന് നോക്കിയേ, കൊച്ചങ്ങനെ തോളായി കിടന്നോളും. ഇവിടെ എല്ലാം കശുമാവിൻ തോട്ടമാണ്. കശുമാവ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചെറിയ ഇല ഇതിൻ്റെ കണ്ടോ. നമ്മുടെ ഇവിടെ ഇത്തിരി കൂടെ വലിപ്പമുള്ള ഇലയാ. കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കശുവണ്ടിയും വലിപ്പം ഇച്ചിരി കുറവാ. വലിപ്പം കുറവാ. സൂര്യ, ഇത് കണ്ടോ, വിറക് അടുക്കി വെച്ചേക്കണോ? ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട്, പിന്നെ എടുക്കാൻ തോന്നുകയല്ലേ? കോഴിക്കോട് കണ്ടോ തൊട്ടപ്പുറേ? അതെ, അത് രസമുണ്ട്. ഇതൊക്കെ നേരത്തെ ആക്കി ഇതെല്ലാം പുല്ല് വേഞ്ഞായിരുന്നു, ഇപ്പൊ ടിൻഷീറ്റ് ആക്കിയതാ. ഈ വീടിന്റെ ഉണ്ട്, അതുകൊണ്ട് അടിവശത്ത് കണ്ടോ കല്ല. അത് കല്ലിന്റെ മുകളിൽ തട്ടുണ്ടാക്കിയിട്ട് അതല്ല വീട് പണിതേക്കുന്നത്. തൂണായാലും നിൽക്കുക, തൂണുണ്ട്. തൂണുണ്ട്, ചെതല് പിടിക്കാതിരിക്കാൻ അങ്ങനെ പണിയുന്നത്. പിന്നെ കരിങ്കല്ലല്ലേ? അല്ല തന്നെ തൂണുണ്ടല്ലോ, സപ്പോർട്ടായിട്ട് കല്ലൂടെ വെച്ചേക്കുന്ന. ഇത് മുകളിലെല്ലാം ഓലയായിരുന്നു, ഇപ്പൊ ഇവിടെ എല്ലാം ഷീറ്റായി. ഡോറ് കണ്ടോ? എല്ലാം മുളയാ. ഇതിന്റെ മുകളിൽ പുല്ലും കൂടെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ MLA ഷീറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട്. അതുകൊണ്ടാണ് ഇപ്പം വീടിൻ്റെ ടോപ്പെല്ലാം പുല്ല് മാറിയിട്ട് ഷീറ്റായത്.
അതാകുമ്പോൾ എല്ലാ വർഷവും ഒന്നും മെയ്യൊന്നും വേണ്ടല്ലോ. വിറക് അടുക്കി വെച്ചേക്കുന്നുണ്ടോ? അത് പൊക്കി അടുക്കി വെക്കുന്നതുകൊണ്ട് ചെതലൊന്നും പിടിക്കില്ല. ഇച്ചിരി വളയൊക്കെ കണ്ടോ? അമ്മച്ചിയുടെ വളയും കാതിലെ കമ്മലും കഴുത്തലെ മാലയൊക്കെ ഉണ്ടോ? ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇവിടെ വന്നിരുന്ന് കഴിക്കണം, നല്ല രസമുണ്ട്. ചെറിയ കാറ്റ്. ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് 3 വീടുണ്ട്. ഇത് ഒരു കുടുംബക്കാർ തന്നെ ഇതെല്ലാം താമസിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ ഒരു വീട്, പിന്നെ അടുക്കള ഒരെണ്ണം, പിന്നെ മക്കൾക്ക് താമസിക്കാൻ വേറൊരു വീട്, അങ്ങനെ. ഇതുണ്ടോ പന്നിയെ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്തുക. നമ്മുടെ അവിടെ കോഴിയെ വളർത്തുന്ന പോലെ ഇവിടെ എല്ലാ വീടുകളിലും പന്നിയുണ്ട്. വയറേലാണ് കെട്ടിയിട്ടേക്കുന്നത്. ആ, അമ്മയും കുഞ്ഞുങ്ങളുമാ. ഇവിടെ പിന്നെ ഇവർ കൂടുതലും പന്നിയിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അതെ, നമ്മൾ അവിടെ ചിക്കൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതുപോലെ പന്നി അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിപ്പം നമുക്ക് മുന്നോട്ടില്ലുമ്പോൾ കാണാം ഓരോ കടയിലൊക്കെ ഇനി അങ്ങോട്ട് ഷില്ലോങ് സൈഡിലേക്ക് പോകുമ്പോൾ കണ്ടാവും. ഇഷ്ടം പോലെ കമുകൊക്കെ ഇപ്പം ആയി വരുന്നുള്ളെന്ന് തോന്നുന്നു. ഇപ്പം ഒരുപാട് അടയ്ക്കയ്ക്ക് വിലയുണ്ടല്ലോ. സൂര്യ ഇവിടെ കണ്ടോ, ഈ പരിസരം എല്ലാം കണ്ടോ, നല്ല നീറ്റാ, നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ടേക്ക് എപ്പോഴും. അതെ, ഈ പുല്ലിൻ്റെ ഇതുണ്ട്, എന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും കട്ടിക്കാ മേയുന്നത്. ഇത് എല്ലാ വർഷവും ഒന്നും മേണ്ടി വരികയില്ല. ഇല്ല, അത് താൽക്കാലിക ചൂല, വേറെ ചൂല് കാണും. അതെ, അത് ഇത് മുകളിലത്തെ ചുക്ലികളെ അടിക്കുന്നതെന്ന് തോന്നുന്നു. സ്ലൈഡിങ് ഡോർ അത് കണ്ടോ? ആ, ഇത് ബെഡ്റൂമാ. വിശറി ഉണ്ടോ അത്? ആ, അതെ, വിശറി വീശാൻ, ആവി എടുക്കും വീശാൻ വേണ്ടി. അകത്തെ മുറിക്കും ഉണ്ട് അതുപോലെ തന്നെ ഡോറ്, അകത്തോട്ടുള്ള. പ്ലാവ് ഉണ്ട്, എത്ര പ്ലാവെന്ന് നോക്കിയേ. പക്ഷെ ഇതെല്ലാം കൂഴച്ചക്കയായിരിക്കും. ഇവിടെ വരിക്കച്ചക്ക അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ വരിക്കപ്ലാവ് വെച്ചാലും കൂഴപ്ലാവായിരിക്കും ഉണ്ടാകുമ്പോൾ. അത് കൂഴച്ചക്കയായിരിക്കും. ഇവിടെ അല്ലെങ്കിലും മൊത്തം സ്ത്രീകളല്ലേ, സ്ത്രീകൾക്കല്ലേ മുൻഗണന, അതുകൊണ്ടായിരിക്കും. കൂഴ പെണ്ണാണോ? അതെ, അല്ല, വരിക്കയാണും കൂഴ പെണ്ണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ സ്ത്രീകൾക്കാ മുൻഗണന, അത് കറക്റ്റാ. സ്ത്രീകളാണ് എല്ലാ കാര്യങ്ങളിലും ഓൾ ഇൻ ഓൾ. അത് സ്വത്തൊക്കെ സ്ത്രീകളുടെ പേരിലേ ഉള്ളൂ, ആണുങ്ങളുടെ പേരിലില്ല. ഇളയ മകൾക്കായിരിക്കും കൂടുതൽ അവകാശങ്ങൾ, അച്ഛനെ അമ്മയെ നോക്കുന്നത് അവരുടെ സ്വത്തും ഒക്കെ. കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ആ, ചെറുക്കനെ വീട്ടിൽ പോയി കല്യാണം കഴിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നേ. നല്ലായിരുന്നു. ഇത് നമ്മൾ കടയിലൊക്കെ കാണുന്ന കുടം ഇതുണ്ടല്ലേ. ഇതൊരു വീടാ, ചെറിയൊരു വീട്. അമ്മച്ചി പണിക്ക് പോകാൻ തുടങ്ങുക, പറമ്പിൽ പോകാൻ തുടങ്ങുക. അമ്മച്ചിയുടെ കൈക്ക് എന്തോ ഒരു ബലക്കുറവുണ്ട്. ഇരിക്കാൻ കസേര എടുത്തോണ്ട് വരുമായിരുന്നു. നമുക്ക് ആകാശിനെ കൊണ്ടുണ്ടായിരുന്നു. അതെ, തന്നല്ലേ ഇരിക്കാം. മിത്തേല കേട്ടപ്പോഴാണ് അമ്മച്ചിക്ക് ചിരി വന്നു. നിങ്ങളുടെ മിത്താല കേട്ടപ്പോഴാണ് മനസ്സിലായത് ഒറിജിനൽ മിത്താല അല്ലെന്ന്. അതെ, എടുത്ത് പോക്കോ, നേരെ പറമ്പിലോട്ട് വിട്ടോ. ഇതല്ലേ കൊട്ടയ്ക്ക് കാലൊക്കെ ഉണ്ട്, 4 കാല്. ഇതിന്റെ ഒരു കാല് പോയതാ. അല്ല, അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളെ കൊണ്ടുവരാൻ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നിലത്ത് വെക്കുമ്പോ നിലത്ത് മുട്ടൂല്ലല്ലോ, കാലുണ്ടെങ്കിൽ ഉറച്ച് അവിടെ ഇരുന്നോളൂ. ഞങ്ങള് പൊക്കോളാം. 3 പേര് ഓരോ കൊട്ടയെടുത്തിട്ട് പറമ്പിലേക്ക് പോക്കൂ. ഇതെല്ലാം ഒരു കുടുംബമാണ് തന്നെ, ഓരോരോ വീടുകളാണ്. ഇത് തൊഴുത്താ, പശുവുണ്ട് ഇവിടെ. കോഴിക്കോട് ഇതല്ല, ഇവിടെ ഒരു 4-5 കൊട്ടയുണ്ട്. 5 കൂട തൂക്കിയിട്ടിട്ടുണ്ട്. കൊട്ടയല്ല, കൂട. അതെ, 2 ചക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. കറി വെക്കാനായിരിക്കും. ഇവർ നമ്മൾ പുഴുങ്ങുന്ന പോലൊന്നും പുഴുങ്ങത്തില്ല. ഇവർ ആവിക്ക് വെച്ചിട്ട് ഉപ്പ് ഇട്ട് കഴിക്കുക ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഇടനാഴി കൂടെ കയറിപ്പോകുന്നത്. ഇത് ബെഡ്റൂം ആട്ടോ, അതും ഇതുമൊക്കെ. Yang ni Bura? Mitela. മിത്തല. Bura means husband. എന്റെ കെട്ടിനാന്ന് പറഞ്ഞു. പൂര. Bura, B-U-R-A. ബുര. Bura.
ഹിന്ദിയിലെ പുര എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഇരിക്കാൻ. അസുംബോ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ. അതുകൂടെ പഠിച്ചു. എന്നാ അസുംബോ. Asumba kan what's kati? Karucha. Nung din di chati maya kana? Iku? ചുംബോ ബൈട്ടോ 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 ഒക്കാമ ഒക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കുക. ആ എന്താ പെൺപിള്ളേരെയൊക്കെ ഞങ്ങൾ നുനു എന്നാ വിളിക്കുന്നതെന്ന്. മോളേന്ന് മോളെ ഞങ്ങൾ വീണ്ടും നുനുവായി. അതെ. കുഞ്ഞിക്കിളിന്ന് മാറ്റിയിട്ട് നുന്നു ആക്കി. Nang kulit kati pisha na hajo. Na channel nai. ആ ചെവി കേൾക്കത്തില്ല. We. അല്ല അങ്ങനെ പറയാം. അത് മനസ്സിലായി. ചെവി ഇങ്ങനെ കാണിച്ചു. ഇവിടെ ഉണ്ടോ നാടൻ കോഴികളൊക്കെ ഉണ്ടോ? നല്ല ഡിസൈനുള്ള കോഴികൾ. ഒറിജിനൽ നാടൻ കോഴികൾ. ഒറിജിനൽ നാടൻ കോഴികൾ. പണ്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു ഈ സൈസ് കോഴികളൊക്കെ അല്ലേ? ഇപ്പൊക്കെ വളരെ കുറവാണ്. പന്നി കിടക്കുന്നുണ്ടോ? പന്നിയൊക്കെ ചുമ്മാ അഴിച്ചു വിട്ടേക്കായില്ലേ? പറമ്പിൽ കൂടി ഇങ്ങനെ നടക്കും. എല്ലായിടത്തും വിറക് ഇഷ്ടം പോലെ അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് മഴക്കാലത്തേക്കുള്ള. അപ്പോഴേ തിരിച്ച് നമുക്കിനിയും കാറിന് അച്ഛൻ കാറ് വിളിച്ചു. നീല്ലേ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ഒരു സമയം നല്ല വെയിലുമായി. അവിടെ രാജേശ്വരം അവിടെ പൊറോട്ടാടി തകൃതിയായിട്ട് നടത്തുന്നു. അതെ, ഞാൻ ഓടി താഴെ എത്തിയപ്പോഴത്തേക്ക് മാവ് കുഴച്ച് കഴിഞ്ഞു. അതെ, നേരത്തെ ക്യാമറമാൻ നേരത്തെ വരണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ചേട്ടൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ചേട്ടൻ പുറത്തേക്ക് പോയി റേഞ്ച് കിട്ടുന്നില്ലല്ലോ, അപ്പൊ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. താഴെ വന്നപ്പോ മാവൊക്കെ ഓൾറെഡി കുഴച്ച് റെഡിയായി. അല്ല, മാവ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഞാൻ നേരെ താഴോട്ട് പോന്നു. നമ്മുടെ പരിപാടി തുടങ്ങി. ഈ മാവ് കുഴച്ചിനെ കുറിച്ച് 2 വാക്കെന്ന് പറഞ്ഞേ. മാവ് കുഴക്കാനൊക്കെ മാവും ഉപ്പും വെള്ളവും അത്രേ ഉള്ളൂ, വേറെ സാധനമൊന്നുമില്ല. ഒന്നുമില്ല. ചൂടുവെള്ളമാണോ അതോ നോർമൽ പച്ചവെള്ളം? പച്ചവെള്ളം. ഇതിന് കുഴച്ചൊന്ന് സൈസാക്കി എടുക്കണം, അതാണ് ഇതിനകത്തെ മെയിൻ ടാസ്ക്. ഓക്കെ. അങ്ങനെ മാവ് കുഴച്ച് റെഡിയാക്കി. അപ്പം ശകലം വെളിച്ചെണ്ണയൊക്കെ പറ്റി പുളിക്കാൻ വെക്കാം. ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ബോൾ പിടിച്ച് വീശാം. ഇപ്പം വെളിച്ചെണ്ണ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ വണ്ടിയിലുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തു. അതെ. ഈ പൊറോട്ട മാവ് പുളിക്കാൻ എത്ര സമയം എടുക്കും? അതൊരു ഓരോരുത്തരുടെയും കാലാവസ്ഥ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അത് അറിയണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട്. എന്നാ വെച്ചാൽ ഇതിങ്ങനെ ഇതിലേക്കൊന്ന് പ്രസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങ് പോരുന്നുണ്ടോ? പ്രസ് ചെയ്ത് അങ്ങനെ തന്നെ നിന്നാൽ പാകമായെന്ന് അർത്ഥം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതെ, എന്നുവെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പോരത്തില്ല. ഇതിപ്പോൾ അതായത് ശരിക്കും പൊറോട്ട മാവ് ഒന്ന് പുളിച്ച് വരണം, അതാണ്. പുളിക്കാത്തതുകൊണ്ടാണ് തിരിച്ചു പോകും. പുളിച്ച് വന്നു കഴിഞ്ഞാൽ അതവിടെ തന്നെ നമ്മൾ കൈ കുത്തി അതവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ പൊറോട്ട ആകുന്ന സമയം കൊണ്ട് നമുക്ക് ശകലം ഇറച്ചിക്കറി വെച്ചേക്കാം. പൊറോട്ട ഇറച്ചിക്കറി. അപ്പോൾ നമുക്ക് നല്ല നാടൻ അടുപ്പാണ് ഇവിടെ. അതെ, വിറകടുപ്പാണ്. എണ്ണയൊക്കെ ചൂടായി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചേക്കാം. കാരണം കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കിട്ടുന്ന വഴറ്റിയെടുക്കാം. വിറകടുപ്പായതുകൊണ്ട് നല്ല തീയുണ്ട് കേട്ടോ. അതെ. ഇവർ വിറക് കത്തിക്കാനായിട്ട് ആദ്യം വെച്ചേക്കുന്നത് ഒരു മുളയുടെ കമ്പ. അതെ, നമ്മുടെ തേങ്ങയൊക്കെ കത്തിപ്പിടിക്കുന്ന പോലെ ആള് പകുതി. തേങ്ങയല്ല, ചിരട്ട. പറഞ്ഞത് മാറിപ്പോയി. തേങ്ങയുടെ ചിരട്ട എന്നാ ഉദ്ദേശിച്ചല്ലേ? അതെ, അതാ ഉദ്ദേശിച്ചത്. കുറച്ച് ഉപ്പ് ഇട്ടേക്കാം. അപ്പോൾ മേഘാലയയിൽ വന്നിട്ട് നമ്മുടെ കേരള നാടൻ സ്റ്റൈലിൽ ഇറച്ചിക്കറി ഉണ്ടാക്കിയാണ്. മാവൊക്കെ പൊളിച്ച് നമുക്ക് ബോള് പിടിച്ചേക്കാം. ഓക്കെ. ഡബിളാ ബോള് പിടിക്കുന്നത് കേട്ടോ. ഡബിൾ എന്ന് വെച്ചാൽ 2 പൊറോട്ടയ്ക്കുള്ളത് ഒറ്റ ബോള്. ശരി. അത് വീശി വെച്ച് കഴിയുമ്പോൾ 2 ആക്കും. വീശി കഴിഞ്ഞ് 2 ആക്കും. എന്നാ വെച്ചാൽ എളുപ്പമുണ്ടല്ലേ, പിന്നെ അത്ര വീശണ്ടേ. ഇതിപ്പോൾ എത്ര പൊറോട്ടയ്ക്കുള്ള മാവുണ്ടോ? ഇതൊരു 50-60 പൊറോട്ടയ്ക്കുള്ള മാവുണ്ട്. നമ്മളിത് എത്ര കിലോ മാവ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്? 3 കിലോ. 3 കിലോ മാവ്. 3 കിലോ മാവിന് 50-60 പൊറോട്ട. 60 പൊറോട്ട, ഒരു ആവറേജ്. ഒത്തിരി വലിപ്പമില്ലാത്തൊരു മീഡിയം പൊറോട്ട. അതിലും കൂടുതൽ കിട്ടും കേട്ടോ, ചെറുതാണെങ്കിൽ ചില കൂടുതൽ കിട്ടും. ആവറേജ് വലിപ്പമുള്ള. ഈ പൊറോട്ടയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ ബോൾ പിടിക്കുന്നതനുസരിച്ചാണ്. അതെ, ബോളിലാണ് അതിന്റെ എണ്ണത്തിന്റെ കണക്കിരിക്കുന്നത്. ബോൾ പിടിച്ചാൽ തീരാറായിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താണ്? അടുത്ത ഇനിയും എണ്ണ തേച്ച് ഒന്നുകൂടെ വെക്കണം. ഇപ്പം നമ്മൾ മാവ്
കുഴച്ച് വെച്ചല്ലേ, പുളിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞാൽ ബോൾ ഒന്നുകൂടെ ഒന്ന് പുളിക്കണം. അത് കഴിഞ്ഞിട്ട് വീശണം. 2, 4, 6, 7, 4, 28, 29, 30, 32. അതെ, 35 ബോളുണ്ട്, 70 പൊറോട്ട ഉണ്ട്. അപ്പം ചെറിയ പൊറോട്ട ആയിരിക്കും, വലിപ്പം കുറഞ്ഞ പൊറോട്ട ആയിരിക്കും. അപ്പം ബോളൊക്കെ പിടിച്ചു വെച്ചാൽ അന്നേരത്തിനും നമ്മുടെ കറിയുടെ പരിപാടിയിലേക്ക് ഇങ്ങനെ വന്നു. ബോൾ ഇനി ഒന്ന് പുളിക്കണം, കുറച്ച് നേരം ഇരുന്നൊന്ന് മയമായി വരണം. അന്നേരം വീശാനാകത്തുള്ളൂ. അന്നേരത്തെ നമുക്ക് കറി വെച്ചിട്ട് അങ്ങോട്ട് വീശാൻ പോകാം, ബോൾ പിടിച്ച് വീശാൻ പോകാം. അപ്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എല്ലാം ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പഴയ ഹോട്ടൽ ജീവിതം വരുന്നുണ്ടോ? അതെ, നൊസ്റ്റാൾജിയ. അതെ, പൊറോട്ട അടിച്ചോണ്ടിരുന്നത് വിറകടുപ്പിലല്ലേ അടിച്ചോണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ഗ്യാസൊക്കെ, അന്ന് വിറകടുപ്പിലാ പൊറോട്ട അടിച്ചോണ്ടിരുന്നത്. ഇപ്പം ബോൾ പിടിച്ചു വെച്ചാൽ വിറകിറാനൊക്കെ പോകുമായിരുന്നു ചിലപ്പം. ഏതായാലും പഴമയിലേക്ക് ഒന്നൊന്ന് അതെ നോക്കാൻ ഒരു അവസരം. അപ്പം ഇറച്ചിയൊക്കെ ഇട്ടിട്ട് ഇപ്പം നമുക്ക് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. നേരത്തെ പോയി വീശാറായി കാണും, പോയി ബോൾ പിടിച്ചത് വീശി വെക്കാം. ഓക്കെ, അപ്പോൾ മസാല എല്ലാം ഇട്ട് റെഡിയായി. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇറച്ചിയും ഇട്ടു. ഇപ്പം ബോളൊക്കെ പൊളിച്ച് നമ്മൾ അതൊക്കെ വീശി തുടങ്ങി. ഇത് വീശി കഴിഞ്ഞിട്ട് രണ്ടായിട്ട് കീറുമല്ലേ? വീശി കഴിഞ്ഞിട്ട് രണ്ടായിട്ട് കീറിയിട്ട് എന്നാൽ ഇത് 2 പൊറോട്ടയ്ക്കുള്ള ബോളാണ്. അതെ, അതെന്നു വെച്ചാൽ പണി എളുപ്പമുണ്ട്. ഇതിങ്ങനെ വെച്ച് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് 2 എണ്ണമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് 2 പ്രാവശ്യം ഇതുപോലെ വീശണ്ടേ, അതാണ് എളുപ്പപ്പണിയാണ്. ऐसा करने का नहीं ऐसा नहीं ये ऐसा ഇവിടുത്തെ ചേച്ചിക്കാണ് പൊറോട്ട ചേഞ്ച് करके पकड़ने का. രാശേട്ടൻ പറഞ്ഞു കൊടുക്കുവാണ്. ऐसा करने का. അത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു. രണ്ടാമത്തിൽ പുരോഗതിയുണ്ട്. അപ്പോൾ രാശേട്ടൻ പറഞ്ഞറിയോ, അടുത്ത പ്രാവശ്യം വരുമ്പം ചേച്ചിയാണ് ഞങ്ങൾക്ക് പൊറോട്ട അടിച്ചു തരണ്ട. അതെ, നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അതെ, റെഡിയായി വരുന്നുണ്ട്, കുഴപ്പമില്ല. ശകലം തഴക്കവും പഴക്കവും വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അച്ഛന് പൊറോട്ട വീശാൻ പറ്റുന്നുണ്ടോ? ഓ, എനിക്ക് വേണ്ട. പണി പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? നമുക്കിപ്പോൾ സമയമില്ല. അല്ല, ബാംഗ്ലൂർ വേണം നമുക്ക് ഒരു പൊറോട്ട കടയും കൂടി ഇടാം. ശരിയാട്ടോ, നല്ല പരിപാടിയാണ്. അതെ, പൊറോട്ടയ്ക്ക് എന്നാ വില? വിലയുടെ അന്നേരം പണിയുണ്ട്, കഷ്ടപ്പാടുണ്ട്. വണ്ടിയിൽ ആരുമില്ല, എല്ലാരും പൊറോട്ട ഉണ്ടാക്കുന്നിടത്താണോ തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. പൊറോട്ട റെഡിയായോ? പൊറോട്ട റെഡി, കറി റെഡി. ആ, കറക്കമൊന്നും കുഴപ്പമില്ലായിരുന്നു. വിശക്കാൻ തുടങ്ങിയോണ്ട് ഞങ്ങൾ വിട്ടു പോന്നു. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ നല്ലൊരു വലിയ കല്ലും കൂടെ കൊണ്ടുപോകേണ്ടിയായിരുന്നു. ദോശക്കല്ലേ? വീട്ടിലൊന്നും ഇരിപ്പില്ലായിരുന്നു നമ്മുടെ. 4 അടുപ്പുള്ള അല്ലേ? 4 അടുപ്പുള്ള എങ്ങനെയാണെങ്കിലും ചെയ്യാം. കറി ആയോ നോക്കിയേ. കറിയൊക്കെ റെഡിയായി കേട്ടോ. വിറകടുപ്പാ നല്ല. വിറകടുപ്പിലൊക്കെ വെക്കുന്ന കറിക്ക് ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇരുന്നാൽ ചാറ് പറ്റി പോകും, തിളച്ച് മറിയുന്നു. അപ്പോഴെന്നാ സുട 2 പൊറോട്ട ഇങ്ങനെ തരും. ആദ്യത്തെ 2 ചൂട് പൊറോട്ട. പ്ലേറ്റ് എന്ത് ചെയ്യും? ഇടിക്കണേ ശരിക്കും പറഞ്ഞ ഒരു 5-6 പൊറോട്ട ഉണ്ടായാലും ഒരു ചോറുള്ളൂ, എന്തായാലും ഉള്ളൂ. ഇത് 2 എണ്ണം ഉള്ളൂ. ഞാനെന്നാലേ 2 പൊറോട്ട കഴിക്കാം ചൂടോടെ. ആയിക്കോട്ടെ. അപ്പം അതെ, നമ്മുടെ നിർമ്മലയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓള്. അപ്പം അച്ഛനുള്ള പൊറോട്ട ആദ്യമേ കൊടുക്കണം, അച്ഛന് മരുന്ന് കഴിക്കാനുള്ള. അപ്പം പൊറോട്ട അടിക്കാനൊക്കെ പഠിച്ചു. അതെ, സിക്ക പൊറോട്ട ബനാനൊക്കെ. അപ്പം നമ്മുടെ പൊറോട്ട അടി അവസാന ഘട്ടത്തിലാണ്, ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ബാക്കി എല്ലാവരും കഴിച്ചു, ഇനി ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഞാനിവിടെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് അടുത്ത കുളിച്ചെടിയായിട്ട് ഇറങ്ങിയേക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സണ്ണിയച്ചൻ്റെ അടുത്ത് നമ്മുടെ കുറച്ച് സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടാണ്. സിസ്റ്റർമാർ കേരളത്തിൽ നിന്ന് വന്നാണോ ഇപ്പോൾ, അതോ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാവരും. മേഘാലയയിൽ ഞാൻ റാബാഗിരി, തൂറായിലെ റാബാഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് സിസ്റ്റർ ഡിക്കു
തെക്കു. ആ, നമ്മള് തെക്കു വടക്ക്. റിമറാങ് പാറ. സ്ഥലപ്പേര് പറയാനാ പാടിപ്പോ. ഞങ്ങൾ എല്ലാവരും നേഴ്സുമാരാണ്. നഴ്സുമാരാണ്. ആ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഇവർക്ക് ഡെക്കു പാരിഷ് ഒരു ഹോസ്പിറ്റലിൽ ഹെൽത്ത് സെന്റർ, ഇവിടുത്തെ ഹെൽത്ത് സെന്റർ പോലെ. ആ, എല്ലാരും ഇപ്പൊ ഒത്തിരി വർഷമായോ? ഞാൻ 17 വർഷമായി. 17 വർഷമായി. നോർത്ത് ഈസ്റ്റിലെ. ആ, സിസ്റ്റർ ഒത്തിരി വർഷമായിരിക്കും. കേരളത്തിലായിരുന്നു. ആ, ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ 20 വർഷം കഴിഞ്ഞു. ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നു. നാട്ടിലെവിടെ എല്ലാരും? കണ്ണൂര്. കണ്ണൂര്. തൃശ്ശൂര്. സിസ്റ്ററോ? വെസ്റ്റ് ബംഗാൾ. ആ, സിസ്റ്റർ അങ്കമാലി, മൂവാറ്റുപുഴ, കോതമംഗലം എല്ലാം നമ്മുടെ അടുത്തടുത്ത പ്രദേശങ്ങളാട്ടോ. ഞങ്ങൾ ഏറ്റുമാനൂര്. ആ, ഞങ്ങൾ എപ്പോഴും യൂട്യൂബ് വാച്ച് ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ഓരോ പോക്കും അതെല്ലാം, യാത്രകളൊക്കെ. അമ്മച്ചി എന്തെങ്കിലും പറ. ഇതേ വരുമ്പോ കുഴപ്പമില്ല, ലോറിയെ പോകുമ്പോഴേ ഇച്ചിരി കൂടെ ക്ഷീണമൊക്കെ. ഇതേ വരുമ്പോ പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ട്രക്കിനും പോകാറുണ്ടല്ലേ? ആ, ട്രക്കിലും പോകാറുണ്ട്. ഞങ്ങളുടെ ലോറി ഉണ്ടായിരുന്നു. ലോറി ഇപ്പൊ ഇവിടെ വന്ന് ലോഡ് ഇറക്കുന്നത്. അപ്പൊ ഏതൊക്കെയല്ല എല്ലാരും ഇവിടെ വന്ന് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അമ്മച്ചി ഇവരുടെ കൂടെ പോകും? ഇല്ല, ബസ് പോകുമ്പോ മാത്രമേ പോകുള്ളൂ. അല്ല, ലോറിയിൽ ഞങ്ങളോട് 2-3 ട്രിപ്പ് വന്നായിരുന്നു. മേഘാലയ്ക്ക് ഒന്ന് വന്നായിരുന്നു ലോറിയല്ലേ. ആ, ഇവിടെ വന്നായിരുന്നു, അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു. അതെ അല്ലേ, അമ്മച്ചിയുടെ ഒരു ഭാഗ്യല്ലേ ഇങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ ഒത്തിരി നന്ദി കേട്ടോ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങള് 10 പേരുണ്ട്. സിസ്റ്ററിന്റെ വീടാടാ? കോതമംഗലം. ആ, ഇന്നിവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ. മീറ്റിംഗ് ഉണ്ട്. സിസ്റ്റർ എവിടെ വർക്ക് ചെയ്യുന്നത്? തുറയിലാണോ അതോ? മൻസാങ്. അകലെയാ. നമ്മുടെ അയൽവാസികളെ കട്ടച്ചിറയുള്ള കേട്ടോ. എന്നാണ്ട് ഇന്നാളൊന്ന് കണ്ടാ അന്ന് കണ്ടിട്ട് ഉണ്ടായിരുന്നല്ലോ ഇവർ രണ്ടുപേരുടെ കൂടി. താങ്ക് യു. ഇതുപോലെ ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ മിക്കവാറും കാണും. ഇവിടെ വെച്ച് കണ്ടു, നാട്ടിൽ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അതെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. ചെറിയ മഴയൊക്കെ ചാറാൻ തുടങ്ങി. പിള്ളേരൊക്കെ ഇതേ സ്കൂളിൽ പോയിട്ട് വന്നു. ഒരു ചിക്കൻ കട. ഇനിയുള്ള സമയം കളയാതെ വേഗം വിട്ടോ. ഇതിലെ പുതിയൊരു 4 ലൈൻ ഹൈവേ വരുന്നുണ്ട്, അതിന്റെ വർക്കായി നടക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് വാരിച്ചോരയിലേക്കാ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വാരിച്ചോര ചെല്ലുമെന്ന് തോന്നില്ല, നാളെ മിക്കവാറും വാരിച്ചോര ചെല്ലുള്ളൂ. അപ്പം വാരിച്ചോരയിലേക്ക് 4 വീലുള്ള വണ്ടികളെ കയറി പോവുള്ളൂ, അതൊരു കാര്യം. അതേപോലെ തന്നെ നമ്മൾ അതിനടുത്ത് വരെ ഇന്ന് പകൽ ഓടി ചെല്ലുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഏതെങ്കിലും ഓഫ് റോഡ് വണ്ടിയിൽ വേണം നമുക്ക് വാരിച്ചോരയിലേക്ക് പോകാൻ. പിന്നെ ഈ മഴയൊക്കെ ആണെങ്കിൽ വാരിച്ചോരയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്നും അറിയാൻ പറ്റില്ല. ഇങ്ങോട്ട് ചെന്നാലേ അറിയത്തുള്ളൂ. കാലാവസ്ഥ നല്ലതാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതെല്ലാം വലിയ ഹൈവേ വരാൻ പോവാണ്. നമ്മൾ ഇനി വരുമ്പോഴത്തേന് ഹൈവേ ആവുമായിരിക്കും. തേയില, മേഘാലയയിലെ തേയിലത്തോട്ടം. ഇത് മറ്റേ ഉണ്ട്, എല്ലായിടത്തും കാണുന്ന പോലെ അത്ര തിക്കായിട്ടല്ല. ഈ പ്രാവശ്യം ഇവിടെ നേരത്തെ മഴ പെയ്തു. റബ്ബർ തോട്ടം, അടിപൊളി കമുകും തോപ്പ്. ഇവിടുത്തെ കമുകിന് വണ്ണം ഇല്ലല്ലേ? ആ, വണ്ണം കറഞ്ഞ നല്ല പൊക്കം. ഈ അടയ്ക്കാമരം കാണുമ്പോഴേ ഒരു സിനിമയിൽ ഇങ്ങനെ കാണിക്കല്ലോ, ഒരു അടയ്ക്കാൻ മരത്തേന്ന് വേറെ അടയ്ക്കാൻ മരത്തിലോട്ട് ഇറങ്ങാതെ തന്നെ മണ്ടേന്ന് ഇങ്ങനെ ചാടി കയറുന്ന തേങ്ങ പറിക്കാൻ കയറുന്ന. തേങ്ങ പറിക്കാനോ? തേങ്ങ പറിക്കാനല്ല, അടയ്ക്ക പറിക്കാൻ. അടയ്ക്കാൻ മരത്തേന്ന് ചാടി അടുത്ത അടയ്ക്കാൻ മരത്തെ കയറി തേങ്ങ പറിക്കും. അതെ, ഇവിടെ എങ്ങനെയാണോന്ന് അറിയത്തില്ല. നീ വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ വന്നാലേ അറിയത്തുള്ളൂ ഇവിടുത്തെ കാര്യം എങ്ങനെയാണ്. എന്ത് രസമല്ല നിൽക്കുന്നതാണ്. ബസ് ഇല്ലെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ആ, ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, ഡോൺ ബോസ്കോ സ്കൂളാണ്. ഇവര് കൊച്ചിനെ ഇട്ടേക്കുന്നുണ്ടോ അല്ലേ? കൊച്ചിനെ പുറത്തിട്ടുണ്ട് എല്ലാ പണിയും ചെയ്യാം. നല്ല മഴക്കാറുണ്ട്, മിക്കവാറും മഴ തകർക്കും. ഇനിയിപ്പോ ഒരാഴ്ചത്തേന് മഴ കുറച്ച് മതിയായിരുന്നു. ഇവിടുത്തെ തേയിലച്ചെടിക്കൊക്കെ പൊക്കവും കുറവാണല്ലോ, ഇത് കണ്ടില്ലേ? അതിനല്ലേ ഇവിടുത്തെ തേയില കണ്ടോ, തേയിലയുടെ ഇല ഉണ്ടോ വലിപ്പം കൂടുതൽ. പിന്നെ ഇതിന് മരുന്നൊന്നും അടിക്കുന്നുണ്ടാവില്ല, ഇവര് മരുന്നൊന്നും ഉപയോഗിക്കുകയല്ലോ ഇവിടെ. റോഡ് പണിക്കാരാണ്. ഇത് മറ്റേ അമ്മാവൻ വണ്ടിയാ, നമ്മുടെ പണ്ടത്തെ പപ്പ ഓടിച്ചോണ്ടെന്ന വണ്ടിയാ. അതെ അതെ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. അതെ,
പുറകോട്ട് വരുന്നുണ്ട്. ഓൾഡും ന്യൂജനും ഒക്കെ ഉണ്ട്. ന്യൂജനുണ്ട്. താമരശ്ശേരി ചുരം. എന്തിനാ ഈ വണ്ടിക്ക് അമ്മാവൻ വണ്ടി എന്ന് പറയുന്നേ? പണ്ട് തൊട്ട് പറയുന്നൊരു പേരാ. പണ്ട് അമ്മാവന്മാരായിരുന്നു ഇത് ഓടിച്ചോണ്ടിരുന്നത്. സൈഡിലേക്ക് ഇറക്കണ്ട കേട്ടോ. ഇത് മറ്റേ ഹൈവേയുടെ പണിയല്ല, ഇത് ഈ വഴിയുടെ റീടാറിങ് നടക്കുന്നത്. ഹൈവേയുടെ പണി അപ്പുറത്തൂടെ ആയാലോ, ഹൈവേ അതിലെങ്ങാണ്ട് പോയി. ഇവിടെ എല്ലാം പൊളിച്ചു കേട്ടോ. രാത്രി പോകുമ്പോ ഇവിടെയൊക്കെ ടാറിങ് ഉണ്ടായിരുന്നു. അതെ, ഇവിടേക്ക് മഴ കഴിഞ്ഞ് ഇത് പൊളിച്ചാ പോരായിരുന്നോ? കാലം തെറ്റി വന്ന മഴയല്ലേ, ഇപ്പൊ മഴയുള്ള സമയമല്ല ശരിക്കും ഇവിടെ. കൊളുന്ത് നുള്ളേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇത് ആയി കാണുകയല്ലേ, തളിരല ഇല്ലല്ലോ. ഒരു വനത്തിലേക്ക് വന്ന് കയറിയ പോലെ ഉണ്ട് ഇപ്പൊ. എന്താ പച്ചപ്പെന്ന് നോക്കിയേ. മഴയൊക്കെ പെയ്ത് നല്ല ഇലയൊക്കെ തളർത്ത് നിൽക്കുക. മേഘങ്ങളുടെ ആലയത്തിലെല്ലാം കാർമേഘം വന്ന് മൂടി. അതുണ്ടോ കൊളുന്തെടുക്കുന്നത്? ഇവിടെ കത്തി വെച്ചാ കേട്ടോ, മുറിച്ചെടുക്കല്ല. ആ കൂടക്കകത്തല്ലേ കൊളുന്തുന്നുള്ളുന്നേ. നമ്മൾ ഈയിടെ കണ്ട മിഷൻ വെച്ചല്ലേ കത്രിയ, ചിലടത്ത് കത്രിയ വെച്ചെടുക്കുന്നത്, അല്ലെ കൈക്ക് ഞുള്ളി എടുക്കുന്നുണ്ട്. ഇത് കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിടുക. ഇങ്ങോട്ട് വന്നപ്പോഴേ ഒറ്റ പ്രൈവറ്റ് ബസ്സും കാണുന്നില്ല, ഗവൺമെന്റ് ബസ്സും കാണുന്നില്ല. ബസ്സുകൾ കുറവാ. അപ്പോൾ നമ്മളിത് വലിയ മെയിൻ റോഡിൽ വന്നിറങ്ങി. സൂര്യ ബസ് കണ്ടില്ലെന്ന് പറഞ്ഞില്ല, ഇതല്ലേ ഇടയ്ക്ക് മുട്ടിനൊക്കെ ഓരോ ബസ്സുകളുണ്ട്. ഇതല്ലേ അസന്നാഗ് തുറ. മേഘാലയയില് പൊതുവെ ബസ്സുകൾ വളരെ കുറവാണ്. ഇവിടെ ജനസംഖ്യയും കുറവല്ലേ? ജനസംഖ്യ വളരെ കുറവാണ്. മൊത്തം ഏതാണ്ട് 40 ലക്ഷം പേരെ കണ്ടേ ഉള്ളൂ. പിന്നെ ജനവാസം കൂടുതലുള്ള ഏരിയയിലൊക്കെ ബസ് സർവീസും കൂടുതലുണ്ട്. അല്ലാതെ ഉള്ളിടത്ത് കൂടുതലും എല്ലാവർക്കും ബൈക്കൊക്കെ ഉണ്ട്. ബൈക്കൊക്കെ അവര് കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ ക്ലൈമറ്റ് എന്നാന്നല്ല ക്ലൈമറ്റ് അല്ലേ? തണുപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ നല്ല സുഖമായിരുന്നു. ഓവർ തണുപ്പും ഇല്ല, കറക്റ്റ് തണുപ്പും അധികം വെയിലും ഇല്ല. കിടന്നുറങ്ങാൻ നല്ല സുഖം. നല്ല പുതച്ചു മൂടി ഉറങ്ങാൻ പറ്റിയ സമയം. പക്ഷേ തുണി ഉണങ്ങത്തില്ല. അല്ല, കിടന്നുറങ്ങുകയാണെങ്കിൽ പിന്നെ തുണി മാറേണ്ട കാര്യമില്ലല്ലോ. ശരിയാ. ഇതേ ഈ ലോറി അങ്ങോട്ട് പോണെങ്കിൽ ഇനിയിപ്പോ രാത്രിയിലേ പോകത്തുള്ളൂ. അവിടെ നോ എൻട്രി, അതുകൊണ്ട് ഇവിടെ തടഞ്ഞിട്ടേക്കുന്ന. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമില്ലല്ലോ. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി. ഹിൽസിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടായിരിക്കും. കാലാവസ്ഥ ഇതാണെ നമ്മൾ വാരിച്ചോര ചെന്നാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത് കിട്ടത്തില്ല. നമുക്ക് വാരിച്ചോരെ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം. ഈ കാലാവസ്ഥ ആണെങ്കിൽ. മഴക്കാലമുണ്ടോ? ഭയങ്കര മഴ പെയ്യുമെന്ന് തോന്നുന്നു. നല്ല തകർപ്പൻ മഴ വരുന്നുണ്ട്. സമയം 1:30 ഉച്ചക്ക്. പക്ഷെ അന്തരീക്ഷം കണ്ട ഒരു 7 മണി, വൈകുന്നേരം 7 മണിയായ പ്രതീതിയാ. മഴ തകർക്കാൻ തുടങ്ങി. ഇത് എന്നാ വലിയ തുള്ളിയാ വീഴുന്നത്. ആർമിയുടെ വണ്ടികളല്ലേ അപ്പൊ ഇതെല്ലാം? ആർമി വണ്ടികളാ. സ്റ്റാലിയനല്ല. അപ്പൊ നല്ലൊരു മല കയറുക. നമ്മള് ഒരു മല കയറിയ നമ്മള് തുറയിലേക്ക് ചെല്ലുന്നത്. കേറിയിട്ട് ഇറങ്ങുക. ഇതിപ്പം വലിയൊരു ഇറക്കം ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു മല കയറുക. നല്ല മഴയാ. മഴയാണെ പിന്നെ ഒന്നും കാണത്തില്ല, മൊത്തം മഞ്ഞ് മൂടും. ഇവിടെ ഇപ്പൊ റോഡ് വന്നതിന് ശേഷം ഒരുപാട് പമ്പുകളും ഒക്കെ പുതിയത് വന്നു ഈ 2-3 വർഷം കൊണ്ട് തന്നെ. അപ്പൊ നമ്മള് തുറ എടുക്കാറായി. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്ത് ചോറൊക്കെ ഉണ്ട്. നല്ല മഴയാ. മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല. നമുക്ക് അതൊക്കെ പോയേക്കാം. തുറ 1 കിലോമീറ്റർ, കേരാപ്പാര 30, ഗറോബാദ 30. അപ്പൊ അതെ, ഊണൊക്കെ കഴിഞ്ഞ് റൂട്ട് ചേഞ്ച് ആയി. തുറ ബസാർ 2 കിലോമീറ്റർ. എല്ലാരും മഴയായോണ്ട് കൊടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ? സ്കൂൾ വിട്ടേ ഉള്ളൂ. ഇത് ട്രിപ്പ് വണ്ടിയാ. സ്ഥലപ്പേരാ എഴുതി വെച്ചേക്കുന്നത്, അലോട്ട്ഗിരി. സ്കൂള് വിട്ട സമയം, അതുകൊണ്ട് നല്ല തിരക്കാ. തുറ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ 1908 ഹോസ്പിറ്റൽ. നോക്കി, ഇത്ര വർഷമായില്ലേ? അത് ഇവിടുത്തെ ഒരു ചർച്ച. പിള്ളേരൊക്കെ സൈഡില് കേറി നിൽക്കുന്നുണ്ട്. മഴയായതുകൊണ്ടേ പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു. രാവിലെ നല്ല വെയിലല്ലായിരുന്നോ? ഇത് മേഘാലയയിലെ നമ്മൾ ഈ വന്ന ഏരിയയിലെ അടുത്ത ഒരു വലിയൊരു ടൗൺ ആയത്. ഗാരോ ഹിൽസിലെ ഗാരോ ഹിൽസിലെ ഒരു വലിയ ടൗൺ. ഗാരോ ഹിൽസിലെ ക്രിസ്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് 1920. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാ, സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ. റോങ്ഗ്രാം സിറ്റി സർവീസ് തുറ. തുറ ബസാർ 2, ദലു 47, ബഗ്മാര 106 കിലോമീറ്റർ. നമുക്ക് ഈ ദലും ബഗ്മാരയൊക്കെ ചെന്നിട്ട് വേണം വാരിച്ചോറയിൽ പോകാൻ.
ഡിസ്ട്രിക്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഓഫീസർ ബംഗ്ലാവ് തുറ, വെസ്റ്റ് ഗാരോ ഹിൽസ്, മേഘാലയ. ഇവിടെ വഴി ടൗണ് മൊത്തം വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രക്കിനെല്ലാം നോ എൻട്രിയാണ് ഡേ ടൈമിൽ. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, BSNL അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ഗാരോ ഹിൽസ് ഡിവിഷൻ, തുറ. പക്ഷെ ഇവിടെ ഒരിടത്തും റേഞ്ച് ഇല്ല. ഈ ടൗണിൽ വന്നപ്പോഴാണ് 3 ഘട്ടം വന്നത്. BSNL റേഞ്ച് വളരെ കുറവാണ്. കൂടുതലും ജിയോയും എയർടെല്ലുമാണ്. ഇതൊരു ക്ഷേത്രം ഇവിടുത്തെ. പോസ്റ്റ് ഓഫീസ്, ഇന്ത്യ പോസ്റ്റ്. ഇതൊക്കെ ഒത്തിരി പഴയ ബിൽഡിങ്ങുകളാണ്. പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്ന ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. ഒത്തിരി പഴയ ബിൽഡിങ്ങാണ്. ഓഫീസ് ഓഫ് ദി ഡെപ്യൂട്ടി കമ്മീഷണർ, വെസ്റ്റ് ഗാരോ ഹിൽസ്. ഗൂർഖ സ്കൂൾ ഇതുണ്ട്, 1946 സ്കൂളാണ്. ഇതാണ് തുറ ബസാർ. മാർക്കറ്റ് അങ്ങോട്ടെല്ലാം ഉണ്ട്. നമ്മൾ നേരെ പോവാം. മാർക്കറ്റ് ഏരിയ ഇവിടെ എല്ലാം പച്ചക്കറി, നാടൻ കോഴി എല്ലാം ഉണ്ട്. ഇത് ഇവിടെ എല്ലാം നല്ല പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ ഉണ്ട്. ഇലക്കറികളല്ലേ, ഇലകൾ. ഇലകൾ. ബക്മാര ദലു ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് പോകണ്ടേ. ചക്ക വേണോ? പക്ഷെ ചക്ക ചിലപ്പം വിളഞ്ഞായിരിക്കുമല്ലോ അല്ലേ? വിളഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്, മേഘാലയ റൂറൽ ബാങ്ക്. ഇവിടെ വന്നപ്പോൾ ഇതേ ഓട്ടോയൊക്കെ കാണുന്നുണ്ട്. ഓട്ടോ നമ്മൾ കണ്ടായില്ലായിരുന്നു. ഇത് ടൗണിൽ മാത്രമേ ഉള്ളൂ. പെട്രോൾ ഓട്ടോയല്ല. ശ്രീ മേഘാലയ ഗൗഡിയാമത് 1977. തുറ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്. കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയായിരുന്നു. ഇല്ല, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനിയും ഡീസൽ പമ്പ് കുറവാണെങ്കിലേ, പമ്പൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കുറവാണ് ഉള്ളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു. പിന്നെ പഴയിൽ നിന്ന് ഒരുപാട് പമ്പുകളും വഴികളും ഒക്കെ പുതിയ പമ്പുകളൊക്കെ ഒരുപാട് വന്നു. പിന്നെ വഴികളൊക്കെ കുറേ ക്ലിയറായി. എങ്കിലും ഒരു മുൻകരുതൽ എന്നോണം കുറച്ച് ഡീസൽ അടിച്ചു. NH 217. ഇവിടെ ശരിക്കും ഇനി തുറയ്ക്ക് ബൈപ്പാസൊക്കെ ആവുമായിരിക്കും. ഇങ്ങോട്ട് വലിയ റോഡാണ്. ഇന്ന് ഫുള്ള് മഴയാണല്ലോ. ഡീസലിന് ഇവിടെ 87 രൂപ 19 പൈസ. കൃഷി വിജ്ഞാൻ കേന്ദ്ര. അതെ, ഈ കാറ്റും മഴയൊക്കെ വരുമ്പോഴേ കടുങ്കാപ്പിയാ ഓർമ്മ വരുക. കടുങ്കാപ്പിയോ? കടുങ്കാപ്പി വേണേ വെക്കാലോ. കടുങ്കാപ്പി വണ്ടി ഓടുമല്ലേ, പിന്നെ ഇങ്ങനെ വെക്കുന്നേ. ഒക്കെ വേണേ എവിടെയെങ്കിലും നിർത്തിയിട്ട് വയ്ക്കാം. എലിഫന്റ് ക്രോസിംഗ് സോൺ, ഡ്രൈവ് കെയർഫുള്ളി. ഡ്രൈവർ കേട്ടല്ലോ അല്ലേ? വനമാ ഇത്, വനമാ. പറഞ്ഞാ മതി. എന്നാ പറഞ്ഞാൽ മതി. നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ. ഇത് റബ്ബർ ബോർഡ്, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് സെന്റർ. റബ്ബർ ബോർഡിൽ മിക്കവാറും ആരെങ്കിലും മലയാളികളൊക്കെ കാണും ഇവിടെ. എലിഫന്റ് ക്രോസിംഗ് സോൺ എല്ലായിടത്തും ഉണ്ടല്ലോ. എന്താണല്ലോ ഇവിടെയൊക്കെ വഴിയെല്ലാം കുറെ ടാറിങ് ഒക്കെ ചെയ്ത് വഴിയെല്ലാം നന്നായിട്ടുണ്ട്. ആണ് നല്ലൊരു ബസ് സ്റ്റോപ്പ്. ബസ് കുറവാണെങ്കിലും ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഒരു പോസ്റ്റ് ഓഫീസ്, ചെറിയൊരു 3-4 കടകൾ. പാത്രമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ. മാമ്പഴമല്ലേ അത്? മാമ്പഴമാണെന്ന് ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ മാമ്പഴം വന്നു, അതുകൊണ്ട് പാത്രം കൊണ്ട് വന്നത്. നല്ല സൂപ്പർ മാമ്പഴമാണ്. നമുക്ക് കുഞ്ഞി പിള്ളേരല്ലേ മാമ്പഴം വിൽക്കാൻ ഇരിക്കുന്നുണ്ടോ? പിള്ളേരെ കച്ചവടം, കുഞ്ഞു പിള്ളേർ. നമ്മുടെ അവിടുത്തെ മാമ്പഴത്തിന്റെ ഒരു മണമല്ല കേട്ടോ. വേറെ ടൈപ്പ് അല്ലേ? നീളമായിരുന്നു അല്ലേ? ഇത്ര എണ്ണത്തിന് 50 രൂപ. മേടിച്ചോ? അല്ലേ മൊത്തം മേടിച്ചോ? മൊത്തം മേടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിൽ പോട്ടെ നേരത്തെ. അതെ, ഈ മഴ പിടിച്ചല്ലേ? അതെ, കഴുകിയെടുക്കാം. കഴുകിയിട്ട് പെറുക്കി വെച്ചോ. അതെ, 2 പേരുടെ ആയിരുന്നല്ലോ. 100 കൊടുത്തു. അതാണ്. വേണോ? ഇനി വേണോ? അതെ, ഉണ്ടെങ്കിൽ മേടിച്ചോ. അതെ, ഒരെണ്ണം ടേസ്റ്റ് നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന്. മധുരം ഇച്ചിരി കുറവാന്നേ ഉള്ളൂ, എന്നാലും നല്ല. മേടിച്ചോ, വെള്ളം മേടിച്ചോ. വിഷമൊന്നുമില്ലല്ലോ. നമ്മൾ മൊത്തം തൂത്തുവാരി മേടിച്ചു. അതെ, വേറെ ആൾക്കാർ വന്നായിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കാൻ സാധനം ഇല്ല പോയി. ചായ വേണോ? ചായ വേണോ? ചായ ഇതേ നല്ലൊരു ചായക്കട ഇവിടെ. ചായ വേണോ? ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി മേടിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് കട കണ്ടപ്പം എന്നാൽ 2-3 ചായ പറ. നോക്കിയിട്ട് ചായ മാത്രമേ ഉള്ളൂ, സ്നാക്സ് ഒന്നും ഇല്ല. അവിടെ ചായ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള 3 ചായയെ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്കുള്ള ഇവിടെ മെയിൻ ഡ്രൈവർ അവിടെ ചായ വെക്കുന്നുണ്ട്. ഇവിടുത്തെ ചായയെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് കുറച്ച് വെള്ളം കൂട്ടിയ ചായ. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്താലോ? ഗ്രില്ല് ചെയ്യാനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛൻ ഗ്രില്ല് ചെയ്യാനുള്ള സാധനം എടുത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മറക്കാൻ പറഞ്ഞത്. ആ മാർക്കറ്റ് നടത്തിയ പറയത്തില്ലായിരുന്നു.
അല്ല ഇനി അങ്ങോട്ട് പോയാലും കിട്ടും കിട്ടും എവിടെയും കിട്ടും ചിക്കനൊക്കെ എല്ലായിടത്തും കിട്ടും പക്ഷേ സന്ധ്യയ്ക്ക് പിന്നെ മേടിച്ച് വെക്കണം കേട്ടോ ഇല്ല കട അടയ്ക്കും വണ്ടി നിർത്തിയിട്ട് ഒരാൾ ഇറങ്ങിപ്പോയി ഓ കശുമാവിൻ മാമ്പഴം പറിക്കാൻ പോയതാ. അപ്പൊ ഇവിടുത്തെ ചായ നമുക്ക് പിടിക്കുന്നില്ല. നല്ല കാപ്പി വേണേ തരാം. ആർക്കെങ്കിലും വേണോ? ആ കാപ്പി കാപ്പി കാപ്പി. അച്ഛമ്മ മാമ്പഴം ചെത്തിക്കൊണ്ടിരിക്കുക. അച്ഛമ്മ കടുങ്കാപ്പി ആയിരുന്നു ചോദിച്ചത്. ജോൺസൺ മാഷിന്റെ പാട്ടും പാലും കാപ്പി ആയിപ്പല്ലോ. ആ ഇതെങ്ങനെയുണ്ട്? എല്ലാവരും വരുന്നതിനിപ്പുറം ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് വേണോ ഇനി? അതെ അടുത്ത കശുമാമ്പഴം കൊണ്ട് വരുന്നുണ്ട്. മേഘാലയ കേറിയപ്പോ തൊട്ടേ ഒരാൾ ഇത് നോക്കി നടപ്പായിരുന്നു. പിഞ്ച് കപ്പലണ്ടിയുണ്ട്. മതി 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 തൃപ്തിയായി. റബ്ബർ തോട്ടം കണ്ടോ? നല്ല റബ്ബർ തോട്ടല്ലേ? നമ്മുടെ നാട്ടിലെ റബ്ബർ തോട്ടം പോലെ തന്നെ. ഇവിടെ ഇടവേള കൃഷിയുണ്ട്. റബ്ബറിന്റെ ഇടയ്ക്ക് കവുങ്ങുണ്ട്. കവുങ്ങിന്റെ പണ്ടൊന്നും കാണാനില്ല ഇതിനകത്ത്. ഈ ഇടവേള കൃഷി എന്ന് പറയുമ്പോഴേ അത് സൂര്യ കളിയാക്കി പറയുന്ന ഇടവിള എന്ന് പറഞ്ഞാൽ സൂര്യ ഇടവേള കൃഷി എന്ന് ഇന്നാൾ പറഞ്ഞ ഇപ്പൊ എല്ലാവരും ഉറക്കും നമ്മൾ തെറ്റി പറയുന്നതാണ്. അങ്ങനല്ല. മേഘാലയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സൊക്കെ ഉണ്ട്. ഇടയ്ക്കുമുട്ടനും ഓരോ ബസ്സൊക്കെ ഉണ്ട്. ചോക്ക് പോട്ട്. നമുക്ക് ഈ ചോക്ക് പോട്ട് വഴി ശരിക്കും പോവാം. പക്ഷെ ആ വഴി ഭയങ്കര മോശമാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് 12ാം മൈലിലെത്തി. അതെ ഇവിടെ വന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതെ പോയേക്കാം. ഇപ്പൊ മഴ ഇച്ചിരി തുറന്നു നിൽക്കുക. പിള്ളേരാ മീൻ കച്ചവടം. മീനാണല്ലേ? മീനാ. അതിലേ നമുക്ക് വാരിച്ചോര പോകാം. പക്ഷെ അത് വഴി മോശമാണ്. വഴി ഭയങ്കര മോശമാണ്. ഷോർട്ട് കട്ടായിരുന്നു. അപ്പോഴേ നമ്മൾ ഇനി ഇപ്പം ഈ മല ഇറങ്ങി താഴോട്ടാണ് പോകുന്നത്. താഴെ ചെല്ലണം. ഇവിടെ എല്ലാം പോയി കിടക്കുക. ഇപ്പം അങ്ങോട്ട് പോകുന്ന കാര്യം വാരിച്ചേരയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു പാലം പോയി കിടക്കാന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് നോക്കിയാലേ പോകാൻ പറ്റുമോ എന്ന് അറിയത്തുള്ളൂ. ചെറിയൊരു ഹോട്ടൽ. ഇനി ഇങ്ങനെ നമ്മളെ ഇറങ്ങി അങ്ങ് പോവാം. വഴിയുടെ വീതി കുറഞ്ഞല്ലോ. വീതി കുറഞ്ഞു. ഇനി അങ്ങോട്ട് ചെല്ലും. ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോവാ ചെല്ലുന്നത്. ഇപ്പം ഇവിടെ എല്ലാം ടിൻഷീറ്റായി. പണ്ട് മുളയും പുല്ല് മേഞ്ഞതുമായിരുന്നു. ഇപ്പം എല്ലാം ടിൻഷീറ്റായി. ഇവിടെ പച്ചക്കറി കട. പച്ചക്കറി വല്ലതും വേണോ? പച്ചക്കറി വേണോ? നമുക്ക് ഇവിടുന്ന് കുറച്ച് നാടൻ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട്. ഇവിടുത്തെ ലോക്കൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം. വെണ്ടയ്ക്ക, പഴം, കുമ്പളങ്ങ. ഇതെന്നാ സാധനം? അതോ അതന്നെ കപ്പയാണോ? ചേമ്പോ? കപ്പയല്ല. അതുപോലെ അത് മുളയുടെ കൂമ്പ്. പച്ചപ്പയർ. ഇതേ മുളം കൂമ്പ. ഇതുണ്ടോ? ആ മുളയുടെ അല്ലേ? എല്ലാം നാടൻ സാധനങ്ങളാ. അതിന്റെ പച്ചമുളക് വേണമെങ്കിൽ മേടിച്ചു. ലോക്കൽ മിർച്ചി. ലോക്കൽ മിർച്ചി എല്ലാം ഉണ്ട്. ഇത് സാധാരണ പച്ചക്ക് ചിലയിടത്തുനിന്ന് മേടിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമൊക്കെ ആയിട്ട്. ഇത് പക്ഷേ ഇച്ചിരി ഉണക്കായതാന്ന് തോന്നുന്നു. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണക്കൊക്കെ പഠിച്ചോ? പേര് ഈ കടകൾ കാണാൻ വേറെ ഭംഗി അല്ലേ? ഇതുണ്ടോ? ഇത് പുല്ല. അന്നേരം ഇതായിരുന്നു പഴയ രീതിയിലുള്ള കടകള്. മേഘാലയയിലെ സൂര്യാസ്തമയം നല്ല കളറാ. സൂര്യന് ചുവന്നിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന ബംഗ്ലാദേശിലായിരിക്കും കേട്ടോ. ബംഗ്ലാദേശിലാന്നാ തോന്നുന്നത്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്ന പിന്നെ നിരപ്പാ. അതിനപ്പുറം ബംഗ്ലാദേശാ. എന്നാ കളറല്ലേ സൂര്യന്. പാസ്പോർട്ടും വിസയൊന്നും വേണ്ട. ഇത് ലോങ് സർവീസ് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗോഹട്ടിയാ. ഇത് താഴെ കാണുന്ന ഒരു മാർക്കറ്റാ. അവധി ദിവസമാ. ആഴ്ചയിൽ ഒരു ദിവസം മാർക്കറ്റുള്ളൂ. ഖേരാപ്പാര പോലീസ് സ്റ്റേഷൻ. ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങോട്ട് വീണ്ടും വഴി നന്നായി. ചെങ്കരപ്പാറ. പാറയല്ല, പാരയാന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് ദലുവിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. കണ്ടോ? ഇത് രാത്രിക്ക് വന്നാലേ ശ്രദ്ധിക്കാതെ വന്നാൽ ഉള്ളിലോട്ട് പോകും. ഈ മോളിൽ കാണുന്ന ഇതെല്ലാം വീടുകളാണ്. ചെറിയൊരു ഗ്രാമം. കോഴിക്കോട് കണ്ടോ? ഇവിടുത്തെ കാമാക്യ ടെമ്പിൾ ആയത്.
ഇല്ല ആസാമിലും ഉണ്ട് ഒരു കാമാഖ്യ ക്ഷേത്രം. അത് തന്നെ അതിൻ്റെ ആയിരിക്കും, ഉള്ളിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ആ ഒരു ട്രെയിലർ ആയിരുന്നല്ലോ, എന്തോ ആക്സിഡൻ്റ് ആയിരുന്നു. അതെ. അപ്പോൾ നമ്മൾ ദലു എത്തി. ഇവിടുന്ന് നേരെ കുറച്ച് പോയാൽ മതി കേട്ടോ, ബംഗ്ലാദേശ് ബോർഡർ. രാത്രിയായി പോയി. അത് വേണേൽ നമുക്ക് നാളെ പോയി കാണാം. ശരിക്കും നമുക്ക് ഈ ബഗ്മാര ചെന്നിട്ട് വേണം വാരിച്ചോര പോകാൻ. ബഗ്മാരയ്ക്ക് ഇവിടുന്ന് 61 കിലോമീറ്റർ. അപ്പോൾ ഇത് നേരെ ബംഗ്ലാദേശ് ബോർഡറിലേക്കുള്ള വഴിയാണ് കേട്ടോ. സീമ ചൗക്കി ദലു. ഒരു ശകലം മുന്നോട്ട് പോയാൽ ബംഗ്ലാദേശ് ബോർഡറാണ്. ആ പക്ഷേ രാത്രിയിൽ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ഒന്നും കാണാനില്ല. അല്ലേ പാസ്പോർട്ട് ഒന്നും, ബോർഡറിൽ പോകുന്നതിന് എന്തിനാ പാസ്പോർട്ട്? പിന്നെ അവിടെ വലിയ കാണാനൊന്നുമില്ല, ചെക്ക് പോസ്റ്റും ഒക്കെ അത്രേ ഉള്ളൂ. ആ വീഡിയോ കോച്ച് വണ്ടി, മരാക് ട്രാവൽസ്, മേഘാലയ വണ്ടിയാണ്. ട്രിപ്പ് പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ദലുവിലെത്തി ഒരു ചിക്കനൊക്കെ മേടിച്ചു. അപ്പം ചിക്കൻ കറി വെക്കണം. ചിക്കൻ ഇന്ന് ഫ്രൈ ആക്കാൻ പോകുന്ന പറയുന്നത്. ഫ്രൈ ആക്കാൻ പോവാ, എല്ലാ ദിവസവും ചിക്കൻ കറിയാ. അതെ. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഇടയ്ക്ക് നമ്മൾ മേടിച്ചായിരുന്നു. അപ്പോൾ ഒരു പച്ചപ്പയർ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാം. ഇന്ന് വൈകിട്ട് ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഇങ്ങോട്ട് അല്ലേ, ഇതെല്ലാം പുരട്ടി വെച്ചല്ലേ? ഉപ്പും മുളകും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത്, വറക്കാനുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ കുക്കിങ് ലേഡീസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള കുക്കിങ്ങാണ്. ഒഴിവാക്കിയില്ല, ഓടിച്ചു വിട്ട്. ആ എല്ലാം സ്വയം ചെയ്തോളാന്നുള്ള സെറ്റപ്പ്. അതെ, പിടിച്ചേക്കുവായിരുന്നു. സജിചേട്ടൻ അളന്നൊക്കെയാണല്ലോ മുറിക്കുന്നത്. അതിനറിയോ, സൂര്യ ചേച്ചി ആദ്യമേ ഒരു അളവ് തന്നിട്ടുണ്ട്. അതേ ഫോർമാറ്റിൽ അങ്ങോട്ട് മെഴുകുവരട്ടിക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞേക്കുന്നത്. നീ വന്നിട്ട് ഇനി ലാസ്റ്റ് അത് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വഴക്ക് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അളന്നളന്ന് മുറിച്ചോണ്ടിരിക്കുകയാണ്. അതെ അതെ. സ്കെയില് വേണ്ട, തന്നിട്ടുണ്ട് അളവ്. ഉച്ചയ്ക്ക് വരച്ച കപ്പലണ്ടി പൊളിച്ചോ? കശുവണ്ടി പുളി എടുക്കാം. ഇതേ ഇങ്ങനെ പുളി പച്ചക്കും കഴിക്കാം. പിന്നെ ഇത് വറുത്തരച്ച് തീയൽ വെക്കും. പണ്ട് നാള് വീട്ടിലൊന്ന് വെച്ചാ കറി. പച്ച നമ്മള് തീയൽ വെക്കും, കാജു തീയൽ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഫസ്റ്റ് ടൈം അല്ലേ? ആദ്യമായിട്ട് കഴിക്കണോ? പച്ച ആയതുകൊണ്ട് അടുപ്പിലിട്ട് ചുട്ടും ചുട്ടൊക്കെ. ചിക്കൻ കറി അതൊക്കെ അടുപ്പേ കയറി. എന്നിട്ട് രാജേഷും ചേട്ടായും കൂടെ ഫോണിൽ എന്തോ സെൻഡ് ചെയ്യാനും വിളിക്കാനും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ നമുക്കിനി മെഴുക്കുവരട്ടിയും കൂടെ വെക്കാം. നമുക്ക് ഇവിടുത്തെ സ്റ്റൈലിൽ മെഴുക്കുവരട്ടി വെക്കാവേ. പച്ചപ്പയറും ഉരുളക്കിഴങ്ങും കൂടെ. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ കറിവേപ്പില ഇടാറില്ല, പിന്നെ നമ്മുടെ ഈ കറിവേപ്പില ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. വേറെ മസാലയൊന്നുമില്ല, മഞ്ഞൾ പൊടി മാത്രമേ ഉള്ളൂ. മഞ്ഞൾ പൊടി ഉപ്പും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പച്ചപ്പയറും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം പച്ചപ്പയറിടാം. പച്ചപ്പയറിട്ടു. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇളക്കി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചപ്പയറും കൂടെയുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡി. ഇനി നമുക്ക് ചിക്കൻ വറുക്കാം. ചിക്കൻ നേരത്തെ വരട്ടി വെച്ചായിരുന്നു. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായല്ലോ. നന്നായിട്ട് ചൂടായി. നമ്മുടെ ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം അച്ഛൻ കുറച്ചൊക്കെ വരുന്നുള്ളൂ. അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വിശപ്പില്ല തമ്മി? ചിക്കൻ എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചു ഉണ്ണാച്ചയും അപ്പം വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവർക്കും സകലം